ഗുഡ് മോർണിംഗ് ഓൾ. ഞാൻ രാമകൃഷ്ണൻ, DBMD ആൻഡ് CEO ഷെയർവെൽ സെക്യൂരിറ്റീസ് ലിമിറ്റഡ് ആണ്. ഒപ്പം സെബി രജിസ്റ്റേർഡ് റിസർച്ച് അനലിസ്റ്റ് കൂടിയാണ്. ഈ ഓഡിയോ കേട്ടതിന് ശേഷം ഡിസ്ക്ലെയിമർ കൂടി വായിച്ചു നോക്കണമെന്ന് താല്പര്യപ്പെടുന്നു. ഇന്ന് നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യുന്ന ഒരു ഫ്ലാറ്റ് ഓപ്പണിംഗ് ആണ്. വൊളാറ്റിലിറ്റി ഒക്കെ മാർക്കറ്റിലുണ്ടാവാം. ഏഷ്യൻ മാർക്കറ്റ് സിറ്റുവേഷൻ നോക്കുകയാണെങ്കിൽ മെജോറിറ്റി മാർക്കറ്റുകൾ ഇന്ന് വീക്കായിട്ടാണ് ട്രേഡ് ചെയ്യുന്നത്. ഈ വീക്ക് നോക്കുകയാണെങ്കിൽ പൊതുവേ ഏഷ്യൻ മാർക്കറ്റുകൾ വീക്കാണ്. ഇന്നലെ അമേരിക്കൻ മാർക്കറ്റുകൾ ഓൾമോസ്റ്റ് മിക്സഡ് ക്ലോസിംഗ് ആയിരുന്നു. ടെക്നോളജി സ്റ്റോക്കുകളിലെല്ലാം തന്നെ സ്ലൈറ്റ് പ്രോഫിറ്റ് ബുക്കിംഗ് ഇന്നലെ കണ്ടിരുന്നു. അതുകൊണ്ട് തന്നെ വലിയ രീതിയിലുള്ള ഇമ്പ്രൂവ്മെൻ്റ് ഒന്നും സ്റ്റോക്ക് പ്രൈസസിൽ ഇന്നലെ ഉണ്ടായിട്ടില്ല അമേരിക്കയിൽ. ഒപ്പം വീണ്ടും മൈക്രോസോഫ്റ്റ് മാർക്കറ്റ് ക്യാപിറ്റലൈസേഷൻ കാര്യത്തിൽ മുന്നിൽ വന്നിരിക്കുകയാണ്. എൻവിഡിയയുടെ ഷെയർ സ്വല്പം താഴെ പോയിരുന്നു. അപ്പോൾ മാർക്കറ്റ് ക്യാപിറ്റലൈസേഷൻ ഇപ്പോൾ മുന്നിട്ട് നിൽക്കുന്നത് $3.34 ട്രില്യൺ ആയിട്ട് മൈക്രോസോഫ്റ്റ് ആണ് ലോകത്തിലെ ഏറ്റവും വാല്യുബിൾ കമ്പനി. ഇന്നലെ യൂറോപ്യൻ മാർക്കറ്റുകളെല്ലാം തന്നെ ബെറ്റർ ക്ലോസിംഗ് ആയിരുന്നു. നമ്മളെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ നമ്മൾ ഇന്നലെ വൊളാറ്റിലിറ്റി ഉണ്ടായിരുന്നു, അതേസമയം ബെറ്റർ ആയിട്ടാണ് ക്ലോസ് ചെയ്തിട്ടുള്ളത്. ഇന്ന് ഫ്ലാറ്റ് ഓപ്പണിംഗ് ആണ് കാണുന്നത്. സ്റ്റോക്ക് സ്പെസിഫിക് ആക്ഷനാണ് നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യുന്നത്. കമോഡിറ്റികളെല്ലാം നല്ല ഇന്നലെ ബെറ്റർ ആയിട്ടാണ് ക്ലോസ് ചെയ്തിട്ടുള്ളത്. ഗോൾഡ് നല്ല രീതിയിൽ മുന്നേറിയിരുന്നു. ഇന്ന് രാവിലെ ഗോൾഡ് ട്രേഡ് ചെയ്യുന്ന ഓഗസ്റ്റ് ഫ്യൂച്ചേഴ്സ് $2,372 പെർ ഔൺസിനാണ്. മറ്റ് മെറ്റൽസ് എല്ലാം തന്നെ ബെറ്റർ ആയിട്ട് തന്നെയാണ് ട്രേഡ് ചെയ്യുന്നത്. സിൽവറും ബെറ്റർ ആയിട്ട് തന്നെയാണ് ട്രേഡ് ചെയ്യുന്നത്. ബ്രന്റ് ക്രൂഡ് ഓയിലും ബെറ്റർ ആയിട്ടാണ് ഇന്നലെ ക്ലോസ് ചെയ്തത്. ഇന്ന് മോർണിംഗിലും ബെറ്റർ ആയിട്ട് തന്നെയാണ് ട്രേഡ് ചെയ്യുന്നത്. ഇനി നമ്മൾ സ്റ്റോക്ക് സ്പെസിഫിക് ആയിട്ടുള്ള ആക്ഷൻസ് നോക്കുകയാണെങ്കിൽ GE പവറിന് $243.46 കോടി വരെ ഓർഡർ കിട്ടിയിട്ടുണ്ട്. NTPCയിൽ നിന്നും നമ്മൾ കഴിഞ്ഞ മാസങ്ങളിൽ റെക്കമെൻഡ് ചെയ്തതിനേക്കാളും വളരെ ഹൈ പ്രൈസിലാണ് GE പവർ ഇപ്പോൾ ട്രേഡ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ വാല്യുവേഷൻ പോയിന്റ് ഓഫ് വ്യൂവിൽ ഒരു ഡിസ്കംഫർട്ട് ഉണ്ട്. എന്നിരുന്നാലും ലോങ് ടൈം പോയിന്റ് ഓഫ് വ്യൂവിൽ ഈസ് എ മൾട്ടിനാഷണൽ കമ്പനിയാണ്. അതുകൊണ്ട് ഒരു പോസിറ്റീവ് ഇമ്പാക്റ്റ് ഒന്നും ഉണ്ടാവാനുള്ള ചാൻസസ് ഉണ്ട്. അതുപോലെ തന്നെ ഗോൾഡ്മാൻ സാക്സ് നമ്മുടെ ടോപ്പ് പിക്കുകൾ 2024 പിക്കുകളിൽ ഒന്ന് തന്നെയാണ് മാപ്പ് മൈ ഇന്ത്യ. ഗോൾഡ്മാൻ സാക്സ് അവരുടെ ടാർഗറ്റ് 2,800 ആയിട്ട് ഉയർത്തിയിരിക്കുകയാണ്. മാപ്പ് മൈ ഇന്ത്യനെ സംബന്ധിച്ച് പോസിറ്റീവായിട്ടുള്ള ന്യൂസാണ്. മോർഗൻ സ്റ്റാൻലി അവരുടെ പോർട്ട്ഫോളിയോ അലോക്കേഷനിൽ ഏറ്റവും കൂടുതൽ കോൺസെൻട്രേഷൻ കൊടുക്കാൻ പോകുന്നത് LNT, NTPC, ടിറ്റഗ്ര റെയിൽവേ സിസ്റ്റം, അൾട്രാടെക്കിനൊക്കെയാണ്. അതിനുശേഷമാണ് മറ്റുള്ള സ്റ്റോക്കുകൾക്കുള്ള വെയിറ്റേജ് അവർ നൽകാൻ പോകുന്നത്. വളരെ പോസിറ്റീവായിട്ടുള്ള ന്യൂസാണ് ഈ കമ്പനികളെ സംബന്ധിച്ച്. മിൽക്ക് ഫുഡ് നമ്മുടെ തന്നെ പഴയ റെക്കമെൻഡേഷനാണ്. ബോണസ് ഇഷ്യൂവും വരികയാണ്, ഒപ്പം സ്റ്റോക്ക് സ്പ്ലിറ്റും വരികയാണ്. റിന്യൂവബിൾ എനർജി സെക്ടറിൽ ബഡ്ജറ്റിൽ വലിയ രീതിയിലുള്ള അലോക്കേഷൻ ഉണ്ടാവുമെന്നാണ് പറയുന്നത്. നമ്മൾ ഈ ഇലക്ഷന് മുമ്പ് തന്നെ ഇൻഡിക്കേറ്റ് ചെയ്തിരുന്ന കാര്യമാണ്. ഭരിക്കുന്ന NDA തന്നെ ഇത്തരത്തിലുള്ളൊരു ഇൻഡിക്കേഷൻ നൽകിയിരുന്നു. തീർച്ചയായിട്ടും ബഡ്ജറ്റിന് മുമ്പ് വീണ്ടും റിന്യൂവബിൾ എനർജി സ്റ്റോക്കുകളിലൊരു അപ്പോർഡ് മൊമെൻറ്റം കാണാനുള്ള ചാൻസ് തന്നെയാണ് കാണുന്നത്. ഈ ന്യൂസുകളെല്ലാം തന്നെ പോസിറ്റീവാണ്. അതോടൊപ്പം തന്നെ 2030 500 ഗിഗാവാട്ട് ടാർഗറ്റ് മീറ്റ് ചെയ്യണമെങ്കിൽ തീർച്ചയായിട്ടും വലിയ രീതിയിലുള്ള ഇൻവെസ്റ്റ്മെൻറ്റും ലിബറലൈസേഷനൊക്കെ റിന്യൂവബിൾ എനർജി സെക്ടറിലൊക്കെ ആവശ്യമാണ്. പൊതുവേ പവർ സെക്ടറിൽ ആവശ്യമാണ്. അതുകൊണ്ട് ഈ സെക്ടറിലുള്ള സ്റ്റോക്കുകൾ വീണ്ടും മുന്നേറാനുള്ള ചാൻസസ് തന്നെയാണ് കാണുന്നത്. പക്ഷേ വാല്യുവേഷൻ വൈസ് നോക്കുകയാണെങ്കിൽ പല സ്റ്റോക്കുകളും വളരെ ഹൈ വാല്യുവേഷനാണ്. അതുകൊണ്ട് തന്നെ വളരെ കോഷ്യസ് ആയിട്ട് മൂവ് ചെയ്യേണ്ടത് ആവശ്യമാണ്. ഇന്ത്യ ബുൾ റിയൽ എസ്റ്റേറ്റ് നമ്മുടെ തന്നെ ടോപ്പിക്കുള്ളൊന്നാണ്. അതോടൊപ്പം തന്നെ നമ്മുടെ തന്നെ കഴിഞ്ഞ ചെറിയ പെരുന്നാളിന് നമ്മൾ കൊടുത്തിട്ടുള്ളൊരു പിക്കും കൂടിയായിരുന്നു ഐബീരിയയിലെ. ഒരു പേര് മാറ്റിയാണ് ഇക്വിനോക്സ് ഇന്ത്യ ഡെവലപ്പേഴ്സ് ലിമിറ്റഡ് എന്നുള്ള ഒരു പേരിലേക്ക് ഇന്നലെ മുതൽ ഈ പേരിലാണ് അറിയപ്പെടുന്നത്. ഐബീരിയയിൽ ലോങ് ടൈമിൽ വളരെ പ്രോമിസിങ് ആയിട്ടുള്ള ഒരു റിയൽ എസ്റ്റേറ്റ് സ്റ്റോക്കാണ്. അപ്പോൾ ഓവറോൾ വരുന്ന ന്യൂസ് ഫ്ലോസ് എല്ലാം തന്നെ സ്റ്റോക്ക് സ്പെസിഫിക് ആയിട്ട് പോസിറ്റീവ് ഇമ്പാക്റ്റ് ഉണ്ടാക്കാനുള്ള ചാൻസസ് ഉണ്ട്. ഒപ്പം മാർക്കറ്റിൽ വൊളാറ്റിലിറ്റി എക്സ്പെക്റ്റ് ചെയ്യാൻ ഞാൻ ഇന്നലെയൊക്കെ പറഞ്ഞ പോലെ ബഡ്ജറ്റാണ് അടുത്ത നമ്മുടെ കീ ഇവൻറ്റ്. അതിനു മുമ്പ് പലതരത്തിലുള്ള വൊളാറ്റിലിറ്റിയൊക്കെ വരാം. ഒപ്പം പലതരത്തിലുള്ള ന്യൂസ് ഫ്ലോസും ജിയോ പൊളിറ്റിക്കൽ ഇഷ്യൂസൊക്കെ മാർക്കറ്റിൽ വൊളാറ്റിലിറ്റി ഉണ്ടാക്കാം. വളരെ കോഷ്യസ് ആയിട്ട് മാർക്കറ്റിൽ മൂവ് ചെയ്യുക. അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ട്രേഡിൻ്റെ ആശംസിച്ചുകൊണ്ട് ഞാൻ ഇന്നത്തെ പ്രീ മാർക്കറ്റ് കമൻറ്റ് ഇവിടെ അവസാനിപ്പിക്കുകയാണ്. നമ്മുടെ ഇൻവെസ്റ്റേഴ്സിനായിട്ട് ട്രേഡിംഗ് ആരംഭിച്ചതിന് ശേഷം നമ്മൾ ടെർമിനൽ കൂടെ ഒരു സ്ട്രോങ് പിക്ക് കൊടുക്കുന്നുണ്ട്. വെരി വെരി സ്ട്രോങ് പിക്ക് ആയിരിക്കും. അത് നല്ല രീതിയിലുള്ള റിട്ടേൺ ഇൻവെസ്റ്റേഴ്സിന് ലഭിക്കുന്നതാണ് എൻ്റെ ഒരു എക്സ്പെക്റ്റേഷൻ. താങ്ക് യു.